ഓ വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൂപ്പ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നാടൻ കോഴിയുണ്ട്, നാടൻ ചിക്കന്, അത് വെച്ചിട്ട് ഒരു സൂപ്പ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നാടൻ ചിക്കൻ, ചെറിയതായിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊരു സൂപ്പ് വെക്കാം. കണ്ടോ, ഇതേപോലെ ഇരിക്കും. അതിനാദ്യം നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുക്കറിലേക്ക്. പശു നെയ്യാണ് നല്ല സൂപ്പൊക്കെ വെക്കുമ്പോൾ ഇത് നല്ല പശു നെയ്യാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതുക്കി വെച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കുക, നന്നായി കിടന്നിട്ട് നന്നായി മൂക്കണം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്, ഇതേപോലെ മൂത്ത് വരണം. നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ചെറുതാക്കി മുറിച്ചതാണ്, അത് ചേർക്കാം. ചിക്കൻ്റെ കൂടെ അങ്ങ് കറിഞ്ഞ് വന്നോളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇരണ്ടി ചേർക്കാം. ഇത് നന്നായി ഇളക്കി ചേർത്തിട്ട് നന്നായി ഇളക്കി ചേർക്കുക. എന്നിട്ട് വെള്ളം ചേർത്താൽ ഇതുണ്ടോ, ഇതൊക്കെ ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി ചേർത്ത് വെക്കാൻ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ നാടൻ കോഴി ആകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ കുക്കറിന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ കുക്കർ നമുക്കിത് ഈ കുക്കർ ക്ലോസ് ചെയ്യാം, വേവട്ടെ. എന്നിട്ട് ഇനി വെന്ത ചിക്കൻ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ മാംസം നമുക്കുണ്ട് എടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. നമ്മൾ സൂപ്പൊക്കെ വെക്കുമ്പോൾ മറ്റുള്ള ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഇതേപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർക്കാം. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലുമണ്ണൊക്കെ വേറിയിട്ടാണ്. കുറച്ച് നേരം ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓയിൽ നെയ്യിൽ ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മൊരിയിട്ടത് ലേശം നേരം ഒരു ഗരം മസാല പൗഡർ ഇട്ടേക്കാം. അതൊന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഈ സൂപ്പ് വെച്ച സൂപ്പിൻ്റെ ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് തിളക്കുമ്പോൾ നമുക്കൊരു മുട്ട അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അത് നിർബന്ധമില്ല, പക്ഷെ എന്നാലും ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ അതങ്ങോട്ട് എടുക്കാം. മുട്ട അടിച്ചു വെച്ച മുട്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്.
ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഒന്നിറക്കി കൊടുത്താൽ മതി. നമുക്കിത് പാത്രത്തേക്ക് സെർവ് ചെയ്യാം. പുറത്തെല്ലാം പോയിട്ട് സൂപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, എനിക്കിങ്ങനെയാണ് ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ ഇത്ര കുറച്ച് കുറുക്കം കിട്ടാൻ കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഞാൻ ചെയ്തിട്ടില്ല. നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇതാ ഇതുപോലെ ഒന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി വയ്ക്കുക. കോൺഫ്ലവറോ അല്ലെങ്കിൽ കുറച്ച് മറ്റേ കൂവപ്പൊടിയോ എന്തെങ്കിലും കുറച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാൻ വേണം. ചെയ്ത് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമുണ്ടാവും, അതങ്ങനെ വെള്ളം പോലെ. ചിലർക്ക് കുറുകിയിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടാവും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചട്ടെ. വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് കുറച്ച് ബ്രെഡ് പൊരിച്ചെടുത്തതാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.